ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അങ്ങനെ നമ്മൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ടൈം മാനേജ്മെൻറ്റ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് മക്കൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസത്തെ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ക്ലാസ് ഇല്ല, എക്സാമുകൾ അതിൻ്റെ ഇടയിലാണുള്ളത്. അപ്പോൾ കണ്ടിന്യൂസ് ക്ലാസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് വെക്കേഷൻ ആയ പോലെ ഒരു ഫീലാണ്. എന്നാൽ പരീക്ഷയുണ്ട്, അതുകൊണ്ട് ഇടയ്ക്ക് പഠിക്കുകയും വേണം. അപ്പോൾ മക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ എന്താ വെച്ചാൽ അവരുടെ കൂടെ കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യും. പല കാര്യങ്ങൾക്ക് അവർ വന്ന് ഓരോന്നൊക്കെ ചോദിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഇത്തിരി ലാഗ് വരുന്നുണ്ട്. അതാണ് ചില ദിവസം അങ്ങനെ വീഡിയോ ഇല്ലാത്തതും വ്ളോഗ് അങ്ങനെ അധികം ചെയ്യാത്ത കേട്ടോ. അപ്പോൾ മക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മുടെ റുട്ടീൻ മൊത്തത്തിൽ അങ്ങോട്ട് മാറൂലേ. അപ്പോൾ അതേപോലെ തന്നെയാണ് എൻ്റെ കാര്യവും. മക്കൾ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ സാധാരണ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് എൻ്റെ പണികളൊക്കെ ചെയ്ത് ഒരു 8 മണിയാകുമ്പോഴേക്കും പാചകം പരിപാടികളൊക്കെ അവസാനിപ്പിക്കും. പിന്നെ മക്കൾ ക്ലാസ്സിലൊക്കെ പോയി കഴിയുമ്പോഴേക്കും ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടികളെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 10:30-ക്കുള്ളിലെല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രീ ആവാറുണ്ട്. പക്ഷേ ഇന്ന് ഇപ്പോൾ നമ്മൾ ക്ലാസ് ഇല്ലാത്തൊക്കെ ദിവസമാണെന്നുണ്ടെങ്കിൽ എൻ്റെ പണികളൊക്കെ മൊത്തത്തിൽ സ്ലോ ആയി പോവുകയാണ്. കാരണം നമ്മൾ വിചാരിച്ച പോലെ ചെയ്ത് തീർക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവധി ദിവസങ്ങളിലൊക്കെ ഞാൻ പള്ളിയിൽ പോകാറുണ്ട്. അപ്പോൾ പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്നിട്ട് 7:30 ആകുമ്പോഴാണ് ഞാൻ എൻ്റെ ജോലികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം 7:30 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ലഞ്ചിൻ്റെ ഒക്കെ ഉണ്ടാക്കി വെച്ച് വരുമ്പോഴേക്കും ഏകദേശം ഒരു 10 മണി കഴിയും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ വീടൊക്കെ ഒന്ന് അടിച്ചു വാരി ഇടാമെന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ അടിച്ചിടാണ്. പിന്നെ ഞാൻ ആകെ അടിച്ചു വാരി ഇടുന്നുള്ളൂ, കാരണം എനിക്കൊന്ന് കടയിലേക്ക് പോകണം സാധനങ്ങളൊക്കെ വാങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ ഒന്ന് അടിച്ചു വാരിയിട്ട് ഈ ഒരു പണിയും കൂടി അവസാനിപ്പിച്ചിട്ട് കടയിലേക്ക് പോകാമെന്ന് വിചാരിക്കണം. അപ്പോൾ മക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പണികളുടെ ഇടയിൽ അവരോരോന്നൊക്കെ വന്ന് സംസാരിച്ച് നമ്മുടെ പണിയൊക്കെ ഇങ്ങനെ സ്ലോ ആയിപ്പോവും. എന്നാൽ അവരുടെ കൂടെയുള്ള നല്ല മൊമെൻറ്റ്സ് നമ്മൾ മിസ് ചെയ്യാനും പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ടൈം കണ്ടെത്തണം. കാരണം ക്ലാസ്സുള്ള ദിവസമൊക്കെ മക്കൾ ഭയങ്കര ബിസി ആയിരിക്കും. അവധി ദിവസമാണ് അവർക്ക് നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടുക. അപ്പോൾ ഞാൻ ആകെ പറഞ്ഞില്ലേ, ഈ 3 റൂമുകൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ. കാരണം അതിനുള്ള നേരമുള്ളൂ, അധികം സമയമൊന്നുമില്ല. അപ്പോൾ ഇനി പോകേണ്ട കാരണം ഞാൻ അവിടെ വെച്ച് നിർത്തി. അങ്ങനെ സമയം ഇപ്പോൾ 10:45. നമുക്കിനി വേഗം തന്നെ ഫ്രഷ് ആയിട്ട് റെഡി ആവാം. പുറത്തോട്ട് പോകുമ്പോൾ എപ്പോഴും ഒരു ലൈറ്റ് മേക്കപ്പ് ഞാൻ എപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതിൽ മെയിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ലിപ്സ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മാമ എർത്തിൻ്റെ മോയ്സ്ചർ മാറ്റ് ലിപ്സ്റ്റിക്സ് ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സാധാരണ മാറ്റ് ലിപ്സ്റ്റിക്സ് ഭയങ്കര ഡ്രൈ ആയിരിക്കും ചുണ്ടിന്. പക്ഷേ ഇത് നല്ല മോയ്സ്ചറൈസിങ് കൊടുക്കുന്നുണ്ട്, ലിപ്സ് നല്ല സോഫ്റ്റ് ആക്കി വെക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഷെയ്ഡിൻ്റെ പേരാണ് പ്ലം പഞ്ച്, ഷെയ്ഡ് നമ്പർ 2 ആണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ 12 മണിക്കൂർ വരെ ലാസ്റ്റ് ചെയ്യും, സ്മച്ച് പ്രൂഫാണ്. മാത്രമല്ല ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് സേഫും ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളത്. മെയിനായിട്ടും ആവോക്കാഡോ ഓയിലും വിറ്റാമിൻ ഇയും ആണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ലിപ്സ് നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒരു മെയിൻ റീസൺ. അപ്പോൾ ഇത് ടോട്ടൽ ഒരു 17 ഷെയ്ഡ്സോളം വരുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ 7 നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. ഇതിലെ ഒരു പ്രത്യേകത ഇതിൻ്റെ പാക്കേജിങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ കളറും കാര്യമൊക്കെ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഷെയ്ഡ് നമ്പർ 2 ആണെന്ന് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പ്ലം പഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്ത് കാണിക്കുന്നത്. ഇത് നല്ലൊരു ഷെയ്ഡാട്ടോ, നമുക്കൊരു ഡെയിലി ബേസിൽ ഉപയോഗിക്കാൻ പറ്റും. അതായത് എല്ലാ സ്കിൻ ടോണിലുള്ളവർക്കും ചേരുന്നൊരു കളറാണ്. അപ്പോൾ ഡാർക്ക് സ്കിൻ ആയാലും ഫെയർ ആയിട്ടുള്ളവർക്കായാലും ഒക്കെ ഈ ഒരു കളർ നല്ലൊരു ബ്രൈറ്റ് ലുക്ക് നമ്മുടെ ഫേസിന് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിലവർക്ക് ചില ഷെയ്ഡ്സ് മാച്ച് ആവില്ല, പക്ഷേ ഇത് എല്ലാവർക്കും ഏകദേശം മാച്ച് ആവുന്നൊരു ഷെയ്ഡായിട്ട് എനിക്ക് തോന്നിയത്. ഷെയ്ഡ് 2 ആണ് നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത് കാണിച്ചത്, പ്ലം പഞ്ച്. ഇനി ഷെയ്ഡ് 3 എന്ന് പറയുന്നത് കാൻഡി ഫ്ലോസ് പിങ്ക്, ഒരു ന്യൂഡ് ഷെയ്ഡ് പോലത്തെയാണ്. ഇനി ഷെയ്ഡ് നമ്പർ 4 സിനമൺ ന്യൂഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. നന്നായിട്ട് ഇതേ കണ്ടില്ല, ഇങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ. ഷെയ്ഡ് നമ്പർ 5 ബബിൾ ഗം ന്യൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഷെയ്ഡ് നമ്പർ 6 ഇത് നല്ലൊരു റെഡ് കളറാട്ടോ, മെലൻ റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്, നല്ല ബ്രൈറ്റ് റെഡ് കളറാണ്. ഇനി ഷെയ്ഡ് നമ്പർ 7 റാസ്ബെറി സ്കാർലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 7 ഷെയ്ഡാണ് ഇപ്പോൾ ഞാൻ വരച്ചതേ കാണിച്ചിട്ടുള്ളത്. ഇനിയും ഷെയ്ഡ്സ് ഇതിൽ അവൈലബിൾ ആണ്. മാമ എർത്ത് പ്രൊഡക്ട്സ് എല്ലാം തന്നെ മാമ എർത്ത് വെബ്സൈറ്റിലും ആപ്പിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മാമ എർത്ത് വെബ്സൈറ്റ് ആപ്പിൽ നിങ്ങൾ ഹെൽന 2025 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 20% ഓഫ് നിങ്ങൾക്ക് കിട്ടും. മാത്രമല്ല ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പേർപ്പിൾ എന്നിങ്ങനെയുള്ള വെബ്സൈറ്റിലും മാമ എർത്ത് പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കടകളിൽ നിന്നും നിങ്ങൾക്ക് മാമ എർത്ത് പ്രൊഡക്ട്സ് വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ മാമ എർത്ത് പ്രൊഡക്ട്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അവർ സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി അവർ ഓണിയൻ ഷാമ്പൂവിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനായിട്ട് പറ്റും. ആ പ്രൊഡക്റ്റ് ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ അത് മൊത്തത്തിൽ സ്ലോ ആവും എല്ലാ കാര്യങ്ങളും. പിന്നെ നല്ല വെയിലുമാണ്, നല്ല ചൂടും. മാത്രമല്ല ഇപ്പോൾ റോഡ് പണി നടക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓരോരുത്തേക്ക് പോകാമെന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. കാരണം പോകുന്ന വഴിക്ക് തിരിച്ച് വരാൻ പറ്റില്ല, ഫുൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല പല കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ട് അതെല്ലാം കൂടി ഒന്നിച്ച് ചെയ്തിട്ടാണ് വരണത്. കാരണം കുറേ തവണ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി പോയി ഞാൻ ലിസ്റ്റ് ഫുൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ നൊയമ്പായതുകൊണ്ട് തന്നെ
ഞങ്ങൾ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പച്ചക്കറികളും കാര്യമാണ് മെയിനായിട്ടും എനിക്ക് മേടിക്കേണ്ടത്. പിന്നെ ബാക്കിയുള്ള ഐറ്റംസൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു മാസത്തേക്കുള്ള പോലെ അതൊക്കെ നോക്കിയിട്ട് മേടിക്കും. പിന്നെ ഇറച്ചി മീനൊന്നും ഈ മേടിക്കേണ്ടാത്ത കാരണം പിന്നെ അതൊന്നുമില്ല. ബാക്കി എല്ലാ ഐറ്റംസും വെജിറ്റബിൾസ് ഞാനിതേ ഒരു 2 ആഴ്ചയ്ക്കുള്ള ഏകദേശം മേടിച്ചിരിക്കുന്നത്. പിന്നെ ഇത് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഞാൻ വല്ല കടലയോ വയറോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ വല്ല തട്ടിക്കൂട്ട് കറിയൊക്കെ ഇട്ട് അവസാനിപ്പിക്കും. അപ്പോൾ അത് വരിക്കുള്ള പച്ചക്കറിയും അതുപോലെ തന്നെ സവാള അങ്ങനെ ആവശ്യമുള്ളതൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അങ്ങനെ സമയം 1:30 മണി ആയപ്പോഴാണ് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഈ പച്ചക്കറികളെല്ലാം തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണ്. ബാക്കി ഐറ്റംസ് ഒന്നും എടുത്ത് വെക്കുന്നില്ല. പച്ചക്കറി വെക്കുന്നതിൻ്റെ കാരണം നല്ല ചൂടായതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോയാൽ ആ ഒരു ഫ്രഷ്നെസ്സും കാര്യമൊക്കെ പോവും. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബോക്സിലാക്കിയിട്ട് എല്ലാം വെക്കുകയാണ്. ഈ പ്രാവശ്യം കുറച്ച് അധികവും മേടിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് എടുത്ത് വെച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ അധികം മേടിച്ചതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ നമുക്ക് നോയമ്പായതുകൊണ്ടാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, ഞങ്ങൾ ഈ പച്ചക്കറി വാങ്ങുന്ന കടയിൽ വിലക്കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിലക്കുറവുള്ള ദിവസങ്ങളുണ്ട്. ആ ദിവസത്തിൽ വാങ്ങുമ്പോൾ ഇതുപോലെ കുറച്ച് അധികം മേടിച്ചിട്ട് വരും. അപ്പോൾ നമുക്കത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം ദിവസം അത് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് മേടിച്ചതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ ഒരു ബോക്സ് ഞാൻ ഒരുപാട് നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നല്ല യൂസ്ഫുള്ളാണ് മേടിച്ചിട്ട്. ഇതിൻ്റെ പല ഷേപ്പിലുണ്ട്. അതായത് ഇപ്പോൾ നീളത്തിലുള്ള ബോക്സ് അല്ല, ഇങ്ങനത്തെ റെക്റ്റാങ്കിൾ ഷേപ്പ്, സ്ക്വയർ ഷേപ്പിലും വരുന്നുണ്ട്, പിന്നെ ചെറിയ ബോക്സും വരുന്നുണ്ട്. ഇതിൽ നന്നായിട്ട് വെജിറ്റബിൾ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ, ഒട്ടും കേട് വരുന്നില്ല. അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു ചെറിയ ഗ്രില്ലും അതൊക്കെ ഉള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു അത് കേടുകൂടാതിരിക്കുന്നത്. ഞാൻ പലതരത്തിലുള്ള കവറുകളും ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. പിന്നെ എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനൊരു സ്പേസ് നമ്മൾ കറക്റ്റ് ഒതുക്കി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. മത്തങ്ങയും കുമ്പളങ്ങയൊക്കെ ഈ പ്രാവശ്യം മുഴുവനോടെ ഉള്ളതാണ് മേടിച്ചിരിക്കുന്നത്. നമ്മൾ ചെറുത് കിട്ടുകയാണെങ്കിൽ അത് മുഴുവനോടെ മേടിച്ച് എന്തുകൊണ്ട് നല്ലതാണ്, കാരണം പെട്ടെന്ന് കേട് വരില്ല. നമ്മൾ കട്ട് ചെയ്ത പീസ് മേടിക്കുമ്പോൾ അത് പെട്ടെന്ന് കേട് വരും. ഇനി കേട് വരാതിരിക്കണമെങ്കിൽ ഇപ്പോൾ മത്തങ്ങയൊക്കെ ആണെങ്കിൽ അതിൻ്റെ വിത്തും അതിൻ്റെ ഉള്ളിൽ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് കേട് വരില്ല. പിന്നെ നമുക്ക് ക്ലിംഗ് റാപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് കനം കുറഞ്ഞ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ കിട്ടും, അത് ആമസോണിൽ കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് കവർ ചെയ്ത് വേണമെങ്കിൽ വെക്കാവുന്നതാണ് ഈ കട്ട് ചെയ്ത പച്ചക്കറികൾ. കടകളിലൊക്കെ കണ്ടിട്ടില്ലേ, കവർ ചെയ്ത് വെച്ചിട്ട് അത് കേട് വരില്ല അങ്ങനെ വെച്ചാൽ. പിന്നെ ഇങ്ങനത്തെ നെറ്റിൻ്റെ ബാഗ് വരുന്നുണ്ട്, പക്ഷെ അത് വെറുതെ പച്ചക്കറിക്ക് സൂക്ഷിക്കാം, പക്ഷെ അത് ഫ്രഷ് ആയിട്ടൊന്നും ഇരിക്കില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോഴേക്കും അത് വാടുന്നുണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് വെക്കേണ്ട എന്തെങ്കിലുമൊക്കെ വെക്കാം. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഫ്രിഡ്ജിൽ അതെല്ലാം ഒതുക്കി. അങ്ങനെ പണികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും 2 മണിയായി. പിന്നെ ഞാൻ വീഡിയോ ഒന്നും പിടിച്ചില്ല കേട്ടോ, കാരണം ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്ന് വന്നിട്ടാണ് പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സമയം ഇപ്പോൾ 4 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം തന്നെ ചായ വയ്ക്കുകയാണ്. ചായക്ക് ഇന്ന് വലിയ സ്നാക്സും കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല, കാരണം ഓൾറെഡി ഇന്ന് ഇത്തിരി ക്ഷീണം. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് അന്നത്തെ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി മാവ് ഇരിക്കുന്നുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് കുറച്ച് ദോശ ഉണ്ടാക്കി. പിന്നെ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂടെ, അപ്പോൾ അതും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അത് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അത് എല്ലാവരും ഓരോന്ന് കഴിച്ചോട്ടെ വിചാരിച്ചു, കാരണം സ്നാക്സ് ഉണ്ടാക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ദോശ ഉണ്ടാക്കലായിരുന്നു എളുപ്പം. അങ്ങനെ സമയം ഇപ്പോൾ ഒരു 4:45. അപ്പോൾ മക്കളൊക്കെ പുറത്തോട്ട് കളിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഞാനും പുറത്തോട്ട് വന്നിരുന്നു. സാധാരണ അവർക്ക് ഈ സമയത്ത് ക്ലാസ്സൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ ട്യൂഷന് പോകുന്ന സമയമാണ്. ഇവർക്കാണെന്നുണ്ടെങ്കിൽ രാവിലെയാണ് ഇപ്പോൾ ട്യൂഷൻ. അതുകൊണ്ട് തന്നെ രാവിലത്തെ ട്യൂഷൻ്റെ കുറച്ച് നേരം പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഫുൾ ടൈം ഫ്രീ ആണ്. അവർക്ക് കളിച്ച് ചിരിച്ചൊക്കെ സന്തോഷമായിട്ട് നടക്കാം. കുറച്ച് നേരം ഒന്ന് വീട്ടിലിരുന്ന് പഠിക്കണമെന്ന് മാത്രം, കാരണം എക്സാം ഉണ്ടല്ലോ. പക്ഷെ ഓരോ എക്സാമിൻ്റെ ഇടയിൽ കുറേ അവധിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പണ്ട് ഇങ്ങനെ വരുമ്പോൾ ഇഷ്ടമില്ല കേട്ടോ, കാരണം ഒറ്റയടിക്ക് പരീക്ഷ അങ്ങോട്ട് കഴിഞ്ഞിട്ട് വെക്കേഷനായ ഒരു സുഖമാണ്, കാരണം പഠിക്കുന്ന കാര്യം ഒന്നും ആലോചിക്കേണ്ട. ഇതിപ്പോൾ എന്താ വെച്ചാൽ പഠിക്കുകയും വേണം, കളിക്കുമ്പോഴാണെങ്കിലോ ഒരു സ്വസ്ഥതക്കേടാണ്, പഠിച്ച് മുഴുവൻ കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് ഓർത്തിട്ടൊക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ കുറച്ച് നേരം ഇരുന്ന് ഒരു ദിവസത്തിൽ കുറച്ച് നേരം പഠിക്കുക, ബാക്കി നേരം നിങ്ങൾ ഫുൾ എൻജോയ് ചെയ്തോന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ രാവിലെ ട്യൂഷന് പോകുമ്പോഴും പിന്നെ വൈകിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പഠിക്കും, ബാക്കി നേരമൊക്കെ അവർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കളിച്ച് ചിരിച്ചിരിക്കും. അപ്പോൾ ഞാനും അവരെ കൂടി ഇരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞില്ലേ, 10 വയസ്സ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല വഴി നമ്മുടെ മക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മക്കളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അവർ കുറേ നേരം ഫോണിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ അത് കാര്യമില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ ചെറുപ്പത്തിൽ ഈ പ്രായത്തിൽ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, എന്തൊക്കെ കളികളാണ് ഞാൻ കളിച്ചിരുന്നത്, അതെല്ലാം ഞാൻ ഇവരെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ എനിക്ക് ചെറുപ്പത്തിൽ ഇതുപോലെ കിച്ചൺ സെറ്റൊക്കെ വെച്ചിട്ട് ഓരോ കളികൾ, അതുപോലെ തന്നെ ഇങ്ങനത്തെ, അതായത് കിച്ചൺ സെറ്റിലെ ഐറ്റംസ് അല്ല കേട്ടോ, ചെറിയ ചെറിയ ഇല കൊണ്ടുള്ള പാത്രങ്ങളും അതൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ പണ്ടൊക്കെ കളിക്കില്ലേ. അപ്പോൾ നമ്മൾ 90s കിഡ്സിൻ്റെ പല കളികളും കാര്യങ്ങളും എല്ലാം ഞങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ ചേട്ടനും പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങളതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരതനുസരിച്ച് അവർ രണ്ടുപേരും അവിടെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കളിച്ചോളും. അത് വിചാരിച്ചിട്ട് ഇത് മാത്രമല്ല, കുട്ടികൾ ടെക്നോളജി അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവർക്കും യൂട്യൂബിൽ പല വീഡിയോസും കാര്യങ്ങളെല്ലാം കാണാനും അതിലുള്ള പല കാര്യങ്ങൾ പഠിക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട് അവർ.
എന്നാൽ പോലും അത് ടെക്നോളജി നമുക്ക് ആവശ്യം തന്നെയാണ്. ഭാവിയിലേക്ക് ടെക്നോളജി കുട്ടികൾക്ക് അറിയേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ പോലും നമ്മുടെ വീട്ടിലുള്ള ഒരുപാട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റർടൈൻമെൻറ്റിനും അതുപോലെ തന്നെ ബോറടി മാറ്റാനുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് വേറെയുണ്ട്. അപ്പോൾ അതും കൂടി കുട്ടികളെ ഒന്ന് പഠിപ്പിച്ചാൽ അവർക്ക് ബോറടി ഉണ്ടാവില്ല. പലപ്പോഴും എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞു മോളായാലും പറയുന്ന ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വാക്കാണ് ബോറടിക്കണം അമ്മ, എന്തെങ്കിലും എന്താ ചെയ്യാന്ന്. കാരണം എന്താ വെച്ചാൽ അവർക്ക് ബോറടിക്കുമ്പോൾ ആകെ അറിയുന്നത് ടി വി വയ്ക്കാനും ഫോൺ നോക്കാൻ മാത്രമാണ്. അപ്പോൾ അതല്ലാതെ നമ്മുടെ കുട്ടിക്കാലത്ത് ബോറടി മാറ്റാൻ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ബോറടി എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞത് എനിക്കൊരു ഓർമ്മയില്ല. കാരണം എനിക്ക് ഫുൾ ടൈം ഞാൻ കളിച്ചുകൊണ്ട് നടക്കലായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ അതുകൊണ്ട് ബോറടി എന്നുള്ളൊരു വാക്ക് ഇപ്പോഴത്തെ ജനറേഷൻ്റെ വേർഡാന്ന് തോന്നുന്നു. ബോറടിക്കുക എന്ന് പറയാം അല്ലേ. അങ്ങനെ സമയം 5:30 മണിയായി. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് തലമുടിയുമൊക്കെ ഇത്തിരി ഓയിൽ അപ്ലൈ ചെയ്യാം. മുടിയൊക്കെ ഫുള്ള് ചകിരി മാതിരി ആയിട്ടുണ്ട്. കാരണം നല്ല ചൂടായതുകൊണ്ടേ മുടിയൊക്കെ ഭയങ്കര ഡ്രൈ രണ്ടുപേരും. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചിട്ട് കഴുകി കളഞ്ഞാൽ മുടി കുറച്ചും കൂടി സോഫ്റ്റ് ആവും. അപ്പോൾ ഞാൻ ആ ഒരു അരമണിക്കൂർ സമയം കൊണ്ട് നമുക്ക് എന്തെങ്കിലും പുതിയ ഒരു ഗെയിം കണ്ടുപിടിക്കാമെന്നുണ്ട്. ഞങ്ങൾ ചീട്ട് ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കുള്ള ചീട്ട് കളിയല്ല കേട്ടോ, ഈ ചീട്ട് ഉപയോഗിച്ചിട്ട് തന്നെ കളിക്കാൻ പറ്റുന്ന വേറെ കുറേ ഗെയിമുകളുണ്ട്. അപ്പോൾ അത് ഞാൻ ഇവരുടെ കൂടെ ഇരുന്നിട്ട് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇരിക്കാറുണ്ട് കേട്ടോ. അതായത് അപ്പാപ്പനും അമ്മാമ്മയും ചേട്ടനും ഞങ്ങളും എല്ലാവരും കൂടിയിട്ട് അങ്ങനത്തെ ഗെയിംസൊക്കെ കളിക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അവരൊന്നും ഇല്ല, ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ചീട്ട് വെച്ചിട്ടുള്ള കുറച്ച് ഗെയിംസൊക്കെ ഒന്ന് ഞങ്ങൾ കളിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗെയിമിൻ്റെ പേര് നമ്മളിവിടെ പറയുന്നത് ഇട്ടിട്ടെന്നാണ് കേട്ടോ. എല്ലാവർക്കും തുല്യമായിട്ട് ഇതുപോലെ ചീട്ട് കൊടുക്കും. 18 ചീട്ട് വെച്ചപ്പോൾ ഓരോരുത്തർക്ക് ഉണ്ട്, ഞങ്ങൾക്ക് 3 പേർക്ക്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോരുത്തർ വീതം ചീട്ട് ഇങ്ങനെ ഇടാനായിട്ട് തുടങ്ങും. ഇട്ട് കഴിയുമ്പോൾ ഇപ്പോൾ ഞാനിട്ട ചീട്ടിൻ്റെ മുകളിൽ ഇസ അതേ ഡിസൈനുള്ള ചീട്ട് തന്നെയാണ് ഇട്ടതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡയമണ്ട് ജിന്നാണ് ഞാൻ ഇട്ടത്, അതിൻ്റെ മുകളിൽ ഇസ ഡയമണ്ട് ജിന്ന ഇട്ടാണെങ്കിൽ അതുവരെ ഇട്ടിട്ടുള്ള എല്ലാ ചീട്ടും ആ ആൾക്ക് കിട്ടും. ഇപ്പോൾ ഇതേ ഒരു ഹാർട്ടിൻ്റെ ഇട്ടു, ഇപ്പോൾ ഒരു ക്ലോവർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇട്ടു, അതിൻ്റെ മുകളിൽ ഞാൻ ദേ ഒരു ക്ലോവർ ഡിസൈൻ തന്നെ ഇട്ടേ, അപ്പോൾ ആ ചീട്ട് മുഴുവൻ എനിക്ക് കിട്ടി. ഇതുപോലെ ഡിസൈൻ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഈ നമ്പറാണ് സെയിം വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തീരുമാനിക്കാം നമ്പറിൽ വെച്ചിട്ട് അങ്ങനെ കളിക്കാം, അല്ലെങ്കിൽ ഡിസൈൻ വെക്കാം. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മളിങ്ങനെ ഇട്ടിട്ട് വരുമ്പോൾ നമ്മളിടുന്നത് അതിന് തൊട്ട് താഴെയുള്ള ഡിസൈനിൻ്റെ സെയിം ഡിസൈൻ നമ്മൾ ഇടുകയാണെങ്കിൽ ആ ചീട്ട് മൊത്തം നമുക്ക് കിട്ടും. ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആൾ ജയിക്കും, ഏറ്റവും കുറവ് അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത ആൾ ഔട്ടായി പോകും. അങ്ങനെ ഒരു അരമണിക്കൂർ അതും കളിച്ചിരുന്ന് എൻ്റെ സമയം മൊത്തം പോയി. 6:30 ഇപ്പോൾ സമയം. ഇങ്ങനെ ഗെയിമൊക്കെ കളിക്കാതിരുന്നാലേ നമുക്കും നേരം പോണത് അറിയില്ല, നമ്മുടെ മൈൻഡും നല്ല റിലാക്സ് ആവട്ടാ. അങ്ങനെ അത് കഴിഞ്ഞ് 6:30 അപ്പോൾ ഞാൻ പറഞ്ഞു അവരോടൊക്കെ കുളിച്ച് ഫ്രഷ് ആവാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോന്നു. കാരണം എനിക്ക് കിച്ചണിലുള്ള ഈ പണികളൊക്കെ ഒന്ന് ഒതുക്കാനുണ്ട്. കറികളൊക്കെ ഒന്ന് ചൂടാക്കി വെക്കണം, ചോറ് തിളപ്പിച്ച് വെക്കണം. ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട പണികളാണ്. പക്ഷേ അവരുടെ കൂടി ഇരുന്ന് എൻ്റെ നേരം പോയത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പണികളെല്ലാം ചെയ്തിട്ട് വേണം എനിക്കിനി ഫ്രഷ് ആവാനായിട്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതേ ചോറൊക്കെ തിളപ്പിച്ച് അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും 7 മണി ആയിട്ടുണ്ടായിരുന്നു. നല്ല ചൂട്. ഞാനെപ്പോഴും ഈ ഒരു ചൂടുകൂരുടെ പൗഡർ ഉണ്ടല്ലോ അത് ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ കഴുത്തിലൊക്കെ മൊത്തത്തിൽ ഭയങ്കര നീറ്റവും കാര്യങ്ങളൊക്കെ, മാലയൊക്കെ നമ്മൾ ഒന്ന് ഊരി മാറ്റി വെച്ചില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പൗഡർ വാങ്ങി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നല്ല ചൂട് വരാനായിട്ട് പോവുക. അപ്പോൾ അങ്ങനെ സമയം 7:15 കഴിഞ്ഞു. ഞാനപ്പോൾ ഇവരുടെ റൂമിലേക്ക് വന്നപ്പോൾ റൂം മൊത്തത്തിൽ തലകുത്തി മറിഞ്ഞ് കിടക്കുകയാണ്. കുറച്ച് ദിവസം മുടക്കൊക്കെ കാരണം അവർ കളിച്ച് ചിരിച്ചാണെന്ന് തുണി മടക്കാനൊക്കെ അവർ മറന്നേ പോയി. അപ്പോൾ ഞാൻ വന്ന ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കണം അങ്ങനെ. അപ്പോൾ അവർ വേഗം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേഗം എടുത്ത് വയ്ക്കും കേട്ടോ. പക്ഷെ ഞാൻ വന്നൊന്ന് ഓർമ്മിപ്പിക്കണം, ഇതൊക്കെ അലങ്കോലായി. അവർക്ക് അവരുടെ റൂം അലങ്കോലായി എന്ന് ഒരിക്കലും തോന്നാറില്ല. കാരണം അത് ഭംഗിയിലാണ് ഞാൻ കിടക്കണത് അവരുടെ വിചാരം. അപ്പോൾ അപ്പാപ്പനും അമ്മയൊക്കെ ദേ ഇവിടെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ ഒതുക്കിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അതേ 10-15 മിനിറ്റത്തെ പണി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതേ അവർ ഫോണിൽ എന്തോ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ട് എൻ്റെ വീഡിയോയുടെ പണികളൊക്കെ ചെയ്യുമ്പോൾ ഇവർ ഇവിടെ ഇരുന്നത് ഫോണിൽ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗെയിം ഇത് ഓഫ്ലൈൻ ഗെയിമാണ്. അപ്പോൾ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നെറ്റൊന്നും ആവശ്യമില്ല, അങ്ങനത്തെ ഗെയിമുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇസ അവൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒക്കെ ആയിരിക്കും ചെയ്യുക. പിന്നെ അവർക്ക് കൂടുതലും ഇഷ്ടം യൂട്യൂബിൽ വീഡിയോസ് കാണാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സാധാരണ അവർ ചെയ്യുന്നത്. അപ്പോൾ ഞാനവിടെ തന്നെ ഇരുന്നിട്ട് എൻ്റെ വീഡിയോയുടെ വർക്കും കാര്യങ്ങളൊക്കെ ഞാനും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ മൊത്തത്തിൽ TV ഫോണ് അല്ലാത്തമ്മയും ആക്റ്റീവായിട്ടിരിക്കുന്ന ടൈമാണ് ഈ ഒരു സമയം. അപ്പോൾ ഞാനാണെന്നെങ്കിൽ എൻ്റെ വീഡിയോയുടെ പണികളൊക്കെ അവിടെ ഇരുന്ന് അതും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പണികളും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ചെയ്ത് കഴിഞ്ഞെങ്കിൽ തോന്നുന്നില്ല, കാരണം ഓൾറെഡി ഇന്ന് മൊത്തത്തിൽ ലേറ്റായി. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാവരും ഹാളിലും ഒക്കെ ഇരിക്കുന്ന കാരണം തന്നെ സീരിയലിൻ്റെ കഥ ഇങ്ങനെ ഞങ്ങൾക്ക് കാണാണ്ട് അറിയാം കേട്ടോ. സീരിയൽ ഞങ്ങൾക്ക് കാണാൻ വലിയ ഇഷ്ടമൊന്നുമില്ല, പക്ഷേ ഈ കഥ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കും. പിന്നെ സീരിയലിൻ്റെ ഒരു പ്രത്യേകത, ഒരു 10 ദിവസം കഴിഞ്ഞാലും കഥയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല, നമുക്ക് എപ്പോൾ കണ്ടാലും കഥ ഏകദേശം പിടികിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കണമെങ്കിൽ പോലെ സീരിയലിൻ്റെ കഥകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ലോജിക്കൊന്നും ഇല്ലെങ്കിലും തമാശയായിട്ട് തോന്നും ചില കഥകളൊക്കെ കേൾക്കുമ്പോൾ കേട്ടോ. അങ്ങനെ സമയം 8 മണിയായപ്പോൾ ഞങ്ങൾ പ്രയർ എത്തിച്ചു. അത് കഴിഞ്ഞ് 8:30 ആയപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിക്കുകയാണ്. അങ്ങനെ സമയം ഇപ്പോൾ 8:30 മണിയായി. നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഡിന്നറിൻ്റെ കറികളും കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ കിച്ചണിൽ ഇങ്ങനെ വെച്ചിരിക്കുക കേട്ടോ. ബുഫേ സ്റ്റൈലില്ല. ചിലവരോട് ചോദിച്ചിരുന്നു കറികളൊന്നും പാത്രത്തിലാക്കിയിട്ട് ടേബിളിൽ എന്താ വയ്ക്കാത്തതെന്ന്. അപ്പോൾ ഞങ്ങൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമാണ് അങ്ങനെ രാവിലെ എല്ലാം ഒന്നിച്ച് കൊണ്ടുവയ്ക്കുക. ബാക്കി ഡിന്നറിനൊക്കെ ഞങ്ങൾ ഇങ്ങനെ TV എന്തെങ്കിലും കാണും, എന്തെങ്കിലും സിനിമ വയ്ക്കും കേട്ടോ.
അപ്പോൾ ഈ ഒരു ടൈമിലാണ് എല്ലാവരും ഒന്നിച്ചിട്ടുണ്ടെങ്കിലും സിനിമ കാണാം. അപ്പോൾ എല്ലാവർക്കും സിനിമ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സിനിമ വെച്ചാൽ ഒരുമിച്ചിരുന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചില ദിവസങ്ങളിൽ പുതിയതായിരിക്കും, ചില ദിവസം പഴയ പടങ്ങളാണ് കാണാം. എനിക്ക് പഴയത് കൂടുതൽ ഇഷ്ടം, കാരണം അതിൽ കുറേ കോമഡിയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ സമയം ഇപ്പോൾ ഒരു 9:30 മണിയായി. ക്ലാസ്സൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ 9 മണിയാകുമ്പോഴേക്കും TV നിർത്തും കേട്ടോ, കാരണം അടുത്ത ദിവസം ക്ലാസ്സിലേക്കൊക്കെ പോകേണ്ടത്, പഠിക്കാനൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇപ്പോൾ സമയം 9:30 ഞാൻ പാത്രങ്ങളെല്ലാം തന്നെ കഴുകി കിച്ചൺ വേഗം വൃത്തിയാക്കണം. കഴിയുമ്പോഴേക്കും ഏകദേശം 10 മണിയാവും എല്ലാ പണിയും ഇവിടുത്തെ കഴിയുമ്പോൾ. അപ്പോൾ ഇന്ന് എന്നെ സഹായിക്കാൻ റോസുമാണോ ഉള്ളത് പാത്രമൊക്കെ കഴുകാൻ. ഞാൻ അവരെ മാറി മാറി വിളിക്കട്ടെ പാത്രം കഴുകാനായിട്ട്. കൂടുതൽ ദിവസം ഇസ തന്നെയാണ് കഴുകാറ്. അവൾ കുറച്ചും കൂടി വലുതല്ലേ, കുറച്ചും കൂടി അവൾക്ക് ചെയ്യാൻ അറിയാം. റോസിന് അത്രയ്ക്ക് അങ്ങോട്ട് അറിയില്ല, എന്നാലും അവൾക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അവളെ പഠിപ്പിച്ചു കൊടുത്ത് അവൾ ചെയ്യുമെന്ന് നോക്കണമെന്ന് മാത്രം ചെയ്യുമ്പോൾ, കാരണം വെച്ചാൽ അവൾക്ക് അത്ര വൃത്തിയിൽ അങ്ങനെ അങ്ങോട്ട് ചെയ്യാറില്ലല്ലോ, കുഞ്ഞു കൈയല്ലേ. പിന്നെ സോപ്പൊക്കെ പാത്രത്തിൽ ഇട്ടിട്ട് അത് ശരിക്കും പോയിട്ടില്ലെങ്കിൽ പിന്നെ അതും ബുദ്ധിമുട്ടോ. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ ഇങ്ങനെ സോപ്പിട്ടിട്ട് അവൾ കഴുകണത് നോക്കും. പിന്നെ പാത്രങ്ങളൊക്കെ എടുത്ത് വെപ്പിക്കുക, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ അവർ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്, നമുക്കും കുറച്ചും കൂടി ഫ്രീ ആവാമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പാത്രങ്ങളെല്ലാം തന്നെ വാഷ് ചെയ്ത് അതെല്ലാം വെച്ച ശേഷം ഇനി സ്റ്റൗവും കൂടി ഒന്ന് വൃത്തിയാക്കണം, സിങ്കും കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മുടെ വൈകുന്നേരത്തെ കിച്ചൺ ക്ലീനിങ് പരിപാടി അപ്പോഴാണ് കംപ്ലീറ്റ് ആവുക. അപ്പോൾ നമുക്ക് വൈകുന്നേരം വരെ എന്തെങ്കിലുമൊക്കെ ഒരു ഡ്യൂട്ടി ഉണ്ടാവും അല്ലേ. അവസാനം കിച്ചണും കൂടി ക്ലീൻ ചെയ്ത് പോയാലാണ് നമ്മുടെ ഡ്യൂട്ടി കഴിയുള്ളൂ. അപ്പോൾ ഞാൻ എന്തെങ്കിലും സ്റ്റൗവും കാര്യങ്ങളെല്ലാം തന്നെ വൈപ്പ് ചെയ്ത് ഒക്കെ ഇടാണ്. അങ്ങനെ നമ്മുടെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം 10 മണിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇസയും റോസൊക്കെ റൂമിലോട്ട് പോയി. ഇസയ്ക്ക് കുറച്ച് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അതിന് വേണ്ടിയിട്ട് പോയി, കാരണം എക്സാമിൻ്റെ ഇടയിൽ കുറച്ച് അവധികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പതുക്കെ പതുക്കെ നമുക്ക് പഠിച്ച് തീർക്കാം. റോസുവിനാണെങ്കിൽ പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, കാരണം അവൾക്ക് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇനി അടുത്ത എക്സാം വരണേ. അപ്പോൾ അവൾ ഈ തുടങ്ങി ബോറടിക്കുന്ന അമ്മ എന്താ ചെയ്യുക. ഞാൻ പറഞ്ഞു സമയം 10 മണിയായി, ഇനി ബോറടി എന്ന് പറഞ്ഞിട്ട് വരണ്ട, കിടന്നുറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ അവൾ അവിടെ ഇരുന്നിട്ട് ഓരോന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തമാശയ്ക്ക്. അപ്പോൾ ബെഡൊക്കെ സെറ്റ് ചെയ്തിടാം ഞാൻ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവളെ ചേച്ചീനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. ചേച്ചിയാണെങ്കിൽ പഠിക്കുക, അപ്പോൾ ചേച്ചിക്ക് നേരമില്ല. അപ്പോൾ അങ്ങനെ അവർ പഠിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ അവർ കിടന്നുറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വന്ന് എൻ്റെ ഡയറിയിൽ നാളത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുകയാണ്. എന്ത് ഭക്ഷണം വെക്കണം, അതുപോലെ നാളത്തെ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് എഴുതി ഒന്ന് വെക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ മറന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒന്ന് എഴുതി സെറ്റാക്കി വെച്ചാൽ പിന്നെ വീഡിയോ കൂടി ചെയ്യുമ്പോൾ വിട്ടുപോകും, അതുകൊണ്ടാണ് എഴുതുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചേട്ടനോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞ് നമ്മുടെ ഡേ അന്നത്തെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.